Hello dears, welcome back. A very old man with enormous wings. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എഴുതിയേക്കുന്ന മനോഹരമായ ഒരു കഥയല്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ട മറ്റെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റിവ്യൂ നമ്മൾ പഠിച്ചു. അതുപോലെ ക്യാരക്ടർ സ്കെച്ചസ് പഠിച്ചു അല്ലേ? ക്യാരക്ടർ സ്കെച്ചസ് എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ചസ് ആണ്? ഓൾഡ് മാന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു, പെലായോയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു, എലിസന്ധയുടെ ക്യാരക്ടർ സ്കെച്ചും പഠിച്ചു. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുസ്തകത്തിലുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ അതുകൂടി ഒന്ന് ചെയ്തു വെക്കുക. ഇതൊക്കെ ആദ്യമേ പറയുന്നത് പലപ്പോഴും ഞാനിത് മറന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ വേറൊന്നുമല്ല. ഇനി നമുക്ക് നേരെ പാഠത്തിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. ആദ്യം പാഠത്തിന്റെ സൈഡിലുള്ള ചോദ്യങ്ങൾ ABCD എന്ന് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ അത് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം പാഠത്തിന് പിറകെ കൊടുത്തിരിക്കുന്ന പാഠം കഴിഞ്ഞു കൊടുത്തിരിക്കുന്ന 1, 2, 3, 4 കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പാഠത്തിന്റെ സൈഡിലുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. A. Why does the sight of the old man frighten Pelayo? Why does the sight of the old man, old man's sight, old man's കാഴ്ച, why എന്തുകൊണ്ടാണ് frighten പേടിപ്പിക്കുന്നത്, പെലായോയെ പേടിപ്പിക്കുന്നത്? അപ്പോൾ പെലായോ ഓൾഡ് മാനെ കാണുമ്പോൾ ആ കാഴ്ച കണ്ട് പേടിച്ചു പോവുകയാണ്. അതെന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഡസ് എന്ന് പറയുന്ന വാക്ക്, ഈ ഡസ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അത് പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം പ്രസന്റ് ടെൻസിൽ വേണം. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ദി ഓൾഡ് മാൻ ഹാസ് ഇനോമസ് വിങ്സ്. ഈ ഓൾഡ് മാൻ എന്തുണ്ട്? ഭയങ്കര ഇനോമസ് ആയിട്ടുള്ള ചിറകുകളാണ് അല്ലെ? വളരെ വലിപ്പം കൂടിയ ചിറകുകളുണ്ട്. സോ അതുകൊണ്ട് ദ സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ, ഈ ആളിന്റെ കാഴ്ച, ഈ ആളിനെ കണ്ടപ്പോൾ അത് ഫ്രൈറ്റൻസ് പെലായോയെ പേടിപ്പിക്കുന്നു. അപ്പൊ ഈ കാഴ്ച കണ്ടാൽ നമ്മുടെ വീടിന്റെ പിറകിലാണെങ്കിലും നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ചിറകുള്ള ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളും പേടിച്ചു പോകും. അത് തന്നെയാണ് പെലായോയുടെ കേസിലും സംഭവിച്ചത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബി. Why was the old man unable to get up? Why എന്തുകൊണ്ടാണ് was the old man unable? old man ആ വൃദ്ധന് കഴിയാതിരുന്നത് to get up, എഴുന്നേൽക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, was എന്ന് വന്നിട്ടുണ്ട്. was എന്ന് പറയുന്നത് പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവും പാസ്റ്റ് ടെൻസിൽ വേണം. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഉത്തരം നോക്കാം. The old man was unable to get up. ഓൾഡ് മാന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല. ബിക്കോസ് ഓഫ്, അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഹിസ് ഇനോമസ് വിങ്സ്, അയാളുടെ വലിപ്പമുള്ള ചിറകുകളാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. വലിയ ചിറകുകൾ കാരണമാണ് അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റാതിരുന്നത്. ഒരു മാർക്കിന്റെ ചോദ്യങ്ങളാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും നമുക്ക് വേണ്ട. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത്രയൊക്കെ മാത്രം എഴുതി വെച്ചാൽ മതി. മാത്രമല്ല ഈ ചോദ്യം പുസ്തകത്തിൽ വരുന്നത് ആദ്യത്തെ പാരഗ്രാഫിന് നേരെയാണ്. അവിടെ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക്. ഇനി നമുക്ക് നോക്കാം. സി. The couple consider the old man a lonely castaway. Why? The couple, ആ കപ്പിൾ എന്ന് പറയുമ്പോൾ ആരാണ്? പെലായോയും എലിസന്ധയും അല്ലെ? ആ ദമ്പതിമാണ്, ആ ഭാര്യയും ഭർത്താവും. അവർ കൺസിഡർ ചെയ്യുന്നു, കണക്കാക്കുന്നു ദി ഓൾഡ് മാൻ, നമ്മുടെ ഓൾഡ് മാനെ കണക്കാക്കുന്നു എ ലോൺലി കാസ്റ്റവേ, ഒരു ഒറ്റപ്പെട്ട കാസ്റ്റവേ ആയിട്ട്. കാസ്റ്റവേ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഒരു കപ്പൽ അപകടമൊക്കെ നടന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക് നീന്തി കരയ്ക്ക് കയറുന്ന ആളിനെയാണ് കാസ്റ്റവേ, അല്ലെങ്കിൽ കരയ്ക്കെത്തുന്ന രക്ഷപ്പെട്ടു വരുന്ന ആളിനെയാണ് കാസ്റ്റവേ എന്ന് പറയുന്നത്. ഇവിടെ ഏകാന്തനായ, ലോൺലിയായ, ഒറ്റപ്പെട്ട ഒരു കാസ്റ്റവേ ആയിട്ടാണ് കപ്പിൾ, ആ പെലായോയും ഭാര്യയും ഇയാളെ കരുതുന്നത്. വൈ, എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, കൺസിഡർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ പ്രസന്റ് ടെൻസിൽ നമുക്ക് എഴുതി കൊടുക്കാം. ശ്രദ്ധിക്കുക. ദി ഓൾഡ് മാൻ ഈസ് ലൈയിങ് ഇൻ ദ മഡ് നിയർ ദ ബീച്ച്. പാഠത്തിന്റെ തുടക്കത്തിൽ നിന്ന് നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബീച്ചിന്റെ സൈഡിലാണ് വീടെന്നുള്ളത്. എന്നാൽ അവസാന ഭാഗം വരുമ്പോൾ, കഥ തീരുന്ന സമയത്ത് നമുക്ക് കടലിന്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒറിജിനൽ ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒറിജിനൽ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബീച്ചിന്റെ സൈഡിലാണ് വീടെന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്കുക, ഉത്തരം നോക്കുക.
ദി ഓൾഡ് മാൻ ഈസ് ലൈങ് ഇൻ ദ മഡ് നിയർ ദ ബീച്ച്. അപ്പോൾ ഓൾഡ് മാൻ എവിടെയാണ് കിടക്കുന്നത്? ചെളിയിലാണ് കിടക്കുന്നത്. ബീച്ചിലാണ്. ബീച്ചല്ല, ബീച്ചിനടുത്താണ്. അപ്പോൾ കടൽ തീരത്തിനടുത്ത് ചെളിയിൽ കിടക്കുകയാണ്. ഒന്ന്. വെൻ ദ കപ്പിൾ സ്പീക്ക്, ഈ കപ്പിൾ സംസാരിക്കുമ്പോൾ, അല്ലെ, നമ്മുടെ പെലായോയും എലിസന്തയും ഓൾഡ് മാനോട് സംസാരിക്കുമ്പോൾ, ഹി ആൻസേഴ്സ് ഇൻ എ സ്ട്രേഞ്ച് ഡയലക്ട്, അയാൾ മറുപടി പറയുന്നത് എങ്ങനെയാണ്? ഒരു വിചിത്രമായ ഭാഷയിലാണ്. പക്ഷെ അവിടെ വരുന്നൊരു പോയിന്റ്, വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, വളരെ പവർഫുള്ളായ ഒരു സെയിലറിന്റെ വോയിസിലാണ് അയാൾ മറുപടി പറയുന്നത്. സെയിലറിന്റെ വോയിസ് എന്ന് പറയുമ്പോൾ, സെയിലർ ആരാണ്? നാവികനാണ്, കപ്പലിൽ പോകുന്നയാളാണ്. അപ്പൊ കപ്പലിൽ പോകുന്ന ആളിന്റെ പോലത്തെ സ്വരത്തിലാണ് ഇയാൾ മറുപടി പറയുന്നത്. സോ അതുകൊണ്ട് ദേ കൺസിഡർ ഹിം എ ലോൺലി കാസ്റ്റവേ, അവര് കണക്കാക്കുന്നു ഇയാളെ ഒരു ഏകാന്തനായ, ഒറ്റപ്പെട്ടു പോയൊരു കാസ്റ്റവേ, കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളായിട്ട് ഇവർ കണക്കാക്കുകയാണ്. അപ്പോൾ കാരണം കിട്ടിയല്ലോ. പ്രധാനമായിട്ടും ഈ ഒരു കപ്പലിൽ പോകുന്ന ഒരാളുടെ സ്വരം പോലെയാണ് ഇയാളുടെ സ്വരം കേട്ടപ്പോൾ തോന്നിയത്. പിന്നെ ബീച്ചിന്റെ സൈഡിലാണ് ഇയാൾ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ വെച്ചിട്ട് അവരങ്ങനെ അങ്ങ് ചിന്തിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡി. Why was the neighbor woman sure that the old man was an angel? Why was the neighbor woman sure? എന്തുകൊണ്ടാണ് നൈബർ വുമണിന്, അയൽക്കാരി സ്ത്രീക്ക് ഉറപ്പുണ്ടായിരുന്നത് that the old man was an angel? ഈ ഓൾഡ് മാൻ ഒരു ഏഞ്ചൽ ആയിരുന്നു എന്ന കാര്യം എന്തുകൊണ്ടാണ് ഈ അയൽക്കാരി സ്ത്രീക്ക് ഉറപ്പുണ്ടായിരുന്നത്? ഇവിടെ ശ്രദ്ധിക്കണം, was ആണ്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലാണ്. നമുക്ക് ഉത്തരവും പാസ്റ്റ് ടെൻസിൽ വേണം. നോക്കുക, ഉത്തരം നോക്കുക. The neighbor woman was sure, neighbor womanന് ഉറപ്പായിരുന്നു that the old man was an angel, ഈ old man ഒരു ഏഞ്ചൽ ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. Because, കാരണം എന്ന് പറയുന്നത്, she saw his enormous wings, അല്ലെ? അപ്പൊ അയാളുടെ ഇനോമസ് ആയിട്ടുള്ള വിങ്സ് ഇവർ കണ്ടു, വലിയ ചിറകുകൾ കണ്ടു. സാധാരണ മനുഷ്യർക്ക് എന്തായാലും വലിയ ചിറകുകളൊന്നും കാണില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ആരായിരിക്കണം? ഒരു ഏഞ്ചൽ ആയിരിക്കണം എന്ന് നൈബർ വുമൺ ചിന്തിക്കുകയാണ്. ആ ചിറക് കാരണമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Why did Pelayo arm himself with a club? എന്തുകൊണ്ടാണ് പെലായോ ഒരു ക്ലബ്ബ് കൊണ്ട് സ്വയം ആം ചെയ്തത്? ആം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആം എന്ന് പറഞ്ഞാൽ സാധാരണ കൈ എന്നാണ് നമുക്കറിയാം, അല്ലെ? നമ്മുടെ കൈക്ക് നമ്മൾ ആം എന്നാണ് പറയുന്നത്. ഇനി അതുകൂടാതെ വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ട്. ആം എന്ന് പറഞ്ഞാൽ ആയുധം എന്നും അർത്ഥമുണ്ട്. ഇനി വെർബിലേക്ക് വരുമ്പോൾ, സാധാരണ ആയുധം എന്ന് പറയുന്നത് നൗൺ ആണ്. വേർബിലേക്ക് വരുമ്പോൾ, അല്ലെ, വേർബായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആം എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ആയുധം കയ്യിൽ വെക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ആ രീതിയിലുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. നോക്കുക, why did Pelayo arm himself with a club? എന്തുകൊണ്ടാണ് പെലായോ ഒരു ക്ലബ്ബ് ആയുധമാക്കി കയ്യിൽ പിടിച്ചത്? ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഒരു വടി എന്തുകൊണ്ടാണ് കയ്യിൽ വെച്ച് ഒരു ആയുധം പോലെ അയാൾ പിടിച്ചുകൊണ്ടിരുന്നത്? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഡിഡ് എന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ചോദ്യം പാസ്റ്റിലാണ്. ഉത്തരം നമുക്ക് എഴുതാം. പെലായോ വാസ് നോട്ട് ഷുവർ, പെലായോയ്ക്ക് ഉറപ്പില്ലായിരുന്നു. ഇഫ് ദി ഓൾഡ് മാൻ വാസ് ഡേഞ്ചറസ്, ഈ ഓൾഡ് മാൻ ഡേഞ്ചറസ് ആണോ എന്നുള്ള കാര്യത്തിനകത്ത് പെലായോയ്ക്ക് ഉറപ്പില്ലായിരുന്നു. സോ അതുകൊണ്ട് ഹി ആംഡ് ഹിംസെൽഫ് വിത്ത് എ ക്ലബ്, അതുകൊണ്ടാണ് അയാൾ കയ്യിൽ ആയുധമായിട്ടൊരു വടിയും പിടിച്ചുകൊണ്ട് നിന്നത്. കാരണം ഈ ഓൾഡ് മാൻ അവിടെ കിടക്കുന്നു, ഇയാൾ ഡേഞ്ചറസ് ആണോ? നമ്മുടെ അയൽക്കാരി സ്ത്രീ വന്ന് പറഞ്ഞു ഇയാൾ എന്താണ് ഒരു ഏഞ്ചൽ ആണെന്നൊക്കെ പറഞ്ഞു. ഇനി എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചാൽ, അല്ലെ, ഇയാൾ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് അയൽക്കാരി സ്ത്രീ പറയുന്നുണ്ട്. അപ്പോ എന്താണ്, എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചാൽ, ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ആക്രമണമോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ വല്ലതും വന്നാലോ, അതുകൊണ്ട് എന്താണ്, വടിയും കൊണ്ട് പെലായോ നിന്നു. അത്രയേ ഉള്ളൂ. ഇനി നോക്കുക, അടുത്ത ചോദ്യം നോക്കുക. ചോദ്യത്തിന്റെ കളറിന് ചെറിയൊരു പ്രശ്നം, അല്ലേ? ആ കളർ നമുക്കങ്ങ് മാറ്റിയേക്കാം. ഓക്കെ, അപ്പൊ ചോദ്യം നോക്കുക. What made the couple suddenly decide to treat the man with some kindness? What made the couple? എന്താണ് ആ കപ്പിളിനെ കൊണ്ട് സഡൻലി ഡിസൈഡ്, തീരുമാനമെടുപ്പിച്ചത്? അപ്പൊ പെട്ടെന്ന് സഡൻലി അവരെന്തോ തീരുമാനമെടുക്കുകയാണ്. അവരെന്ത് തീരുമാനമാണ്? ടു ട്രീറ്റ് ദ മാൻ, ആ ആളിനെ, ആ ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്യാൻ, അയാളോട് പെരുമാറാൻ.
വിത്ത് സം കൈൻഡ്നെസ്, കുറച്ച് കൈൻഡ്നെസ്സോടുകൂടി, കുറച്ച് ദയോടുകൂടി, കുറച്ച് ദയോടെ, കരുണയോടെ ആ ഓൾഡ് മാനോട് പെരുമാറാൻ ഈ കപ്പിളിനെ, പെലായോയെയും എലിസന്ധയും പ്രേരിപ്പിച്ചത് എന്താണ്? അങ്ങനെ ഒരു തീരുമാനം അവരെ കൊണ്ട് എടുപ്പിച്ചത് എന്താണ്? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, മെയ്ഡ് ഉണ്ട്. മെയ്ഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. അപ്പൊ ഉത്തരം പാസ്റ്റിൽ വേണം. their child's recovery from fever, അവരുടെ കുഞ്ഞിന്റെ റിക്കവറി ഫ്രം ഫീവർ, അല്ലെ? അവരുടെ കുഞ്ഞിന് അസുഖമായിരുന്നു, പനിയായിരുന്നു, സുഖമില്ലായിരുന്നു. അത് റിക്കവേർഡ് ആയി, കുഞ്ഞതിൽ നിന്നും എന്താണ് റിക്കവേർഡ് ആയി, കുഞ്ഞിന്റെ അസുഖം മാറി. അപ്പൊ ഓൾഡ് മാനെ പിടിച്ച് കൂട്ടിലടച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ അസുഖം മാറി. അസുഖം മാറിയപ്പോൾ എന്താണ്? മെയ്ഡ് ദ കപ്പിൾ സഡൻലി ഡിസൈഡ്, അതാണ് പെട്ടെന്ന് അവരെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചത്. അവർ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കുകയാണ് ടു ട്രീറ്റ് ദി മാൻ വിത്ത് സം കൈൻഡ്നെസ്, ഈ ആളിനോട്, ഓൾഡ് മാനോട് കുറച്ച് ദയോടുകൂടി പെരുമാറാനായിട്ട് പെട്ടെന്ന് അവരങ്ങ് തീരുമാനിക്കുകയാണ്. കാരണം കുഞ്ഞിന്റെ അസുഖം മാറി, പിന്നെന്താണ്, അവർക്കൊന്നും നോക്കാനില്ല, അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി കുഞ്ഞിനൊന്നും പറ്റില്ല. അതുകൊണ്ടെന്നാ ഓൾഡ് മാനോട് എന്താണ് ദയോട് പെരുമാറാം, കരുണയോടെ പെരുമാറാം എന്നവർ തീരുമാനിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അയൽക്കാരി സ്ത്രീ പറഞ്ഞല്ലോ, കുഞ്ഞിനെ കൊണ്ടുപോകാൻ, കുഞ്ഞിന് രോഗം കൂടി, കുഞ്ഞ് മരിക്കാൻ പോകുന്നു, കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്ന ഓൾഡ് മാൻ ആണ്. അല്ലെ, കുഞ്ഞിന് അസുഖം മാറിയപ്പോൾ പിന്നെ അയാൾ കൊണ്ടുപോകത്തില്ല. അതുകൊണ്ടാണ് അയാളോട് എന്താണ് ദയോടുകൂടി പെരുമാറാനായിട്ട് തീരുമാനിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വൈ ഡസ് പെലായോ ലോക്ക് ദി ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്? എന്തുകൊണ്ടാണ് പെലായോ ഓൾഡ് മാനെ ചിക്കൻ കൂപ്പിൽ, കോഴിക്കൂട്ടിൽ ലോക്ക് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഇവിടെ ഡസ് വന്നിട്ടുണ്ട്. ഡസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ്, അല്ലെ? അപ്പൊ ചോദ്യം പ്രസന്റിലാണ്, ഉത്തരവും നമുക്ക് പ്രസന്റിൽ വേണം ചെയ്യാൻ. പെലായോ ലോക്സ് ദി ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്. പെലായോ ഓൾഡ് മാനെ ചിക്കൻ കൂപ്പിൽ അടയ്ക്കുന്നു. ബിക്കോസ്, കാരണം, ഹി ഫിയേഴ്സ് ദി ഓൾഡ് മാൻ മേ ബി ഡേഞ്ചറസ്. അയാൾ പേടിക്കുന്ന കാര്യം എന്താണ്? ഓൾഡ് മാൻ ഡേഞ്ചറസ് ആകാം, ചിലപ്പോൾ ഇയാൾ അപകടകാരിയാകാം എന്നൊരു പേടി ആർക്കുണ്ട്? പെലായോയ്ക്കുണ്ട്. അതുകൊണ്ടാണ് പെലായോ ഇയാളെ കൂട്ടിലടയ്ക്കുന്നത്. ഇനി അടുത്ത ചോദ്യം. വൈ ഡു ദ പീപ്പിൾ ട്രീറ്റ് ദി ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് ആനിമൽ? എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഓൾഡ് മാനെ ഒരു സർക്കസ് ആനിമലിനെ പോലെ, ഒരു സർക്കസ് മൃഗത്തെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്? ഈ ഓൾഡ് മാനോട് അങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെ? ഒരു ഏഞ്ചൽ എന്നുള്ള ബഹുമാനമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു അമാനുഷികൻ എന്നുള്ള ബഹുമാനമൊന്നുമില്ല. ഒരു സർക്കസ് മൃഗത്തെ കളിപ്പിക്കുന്ന രീതിയിലാണ് ആളുകൾ ഇയാളുടെ അടുത്ത് വന്ന് പെരുമാറുന്നത്. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ ഡു വന്നിട്ടുണ്ട്, വൈ ഡു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചോദ്യം പ്രസന്റിലാണ്, ഉത്തരവും പ്രസന്റ് ടെൻസിൽ വേണം. The people treat the old man like a circus animal. ആളുകൾ ഈ ഓൾഡ് മാനെ ഒരു സർക്കസ് ആനിമലിനെ പോലെ എന്താണ് കണക്കാക്കുന്നു, അയാളോട് അങ്ങനെ പെരുമാറുന്നു. ബിക്കോസ്, അതിന്റെ കാരണം, എ വിങ്ഡ് മാൻ ഇൻ എ ചിക്കൻ കൂപ്പ്, ഒരു കോഴിക്കൂട്ടിൽ ഒരു ചിറകുള്ള മനുഷ്യൻ, ഇല്ലേ? ചിറകുള്ള കോഴികളുടെയൊക്കെ കൂടെ അതുപോലൊരു മനുഷ്യൻ. അത് ഈസ് എ സ്ട്രേഞ്ച്, അതൊരു വിചിത്രമായ ആൻഡ് എക്സൈറ്റിംഗ്, ആവേശകരമായിട്ടുള്ള ഒരു സൈറ്റാണ്, കാഴ്ചയാണ് ഫോർ ദം, ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? അവര് സർക്കസ് അല്ല, മൃഗശാലയിലൊക്കെ പോയി കാണുന്ന, അല്ലെങ്കിൽ സർക്കസിന് പോകുമ്പോൾ അവിടെ കൂട്ടിലൊക്കെ മൃഗങ്ങളെ ഇട്ടേക്കുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ വന്നപ്പോൾ ഓൾഡ് മാനെ കാണുന്നത്, അല്ലെ? ഒരു കോഴിക്കൂട്ടിൽ ഒരു ചിറകുള്ള മനുഷ്യൻ കിടക്കുന്നു. അവർക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത്, അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Do you think Elisenda is shrewd and clever? Why? Do you think, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എലിസന്ധ എന്ന് പറയുന്ന വ്യക്തി is shrewd ആണെന്ന്, and clever ആണെന്ന്? Why? എന്തുകൊണ്ട്? shrewd എന്ന് പറഞ്ഞാൽ കുശാഗ്ര ബുദ്ധിയുള്ള, അതിസമർത്ഥയായിട്ടുള്ള, clever ബുദ്ധിമതിയായ. അപ്പോൾ രണ്ടും ഏതാണ്ട് ഒരേപോലത്തെ അർത്ഥം വരുന്ന വാക്കുകളാണ്. വളരെ ബുദ്ധിമതിയാണ് എലിസന്ധ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Why? ഇതാണ് ചോദ്യം. യെസ്, തോന്നുന്നുണ്ട്. എലിസന്ധ ഈസ് shrewd ആൻഡ് clever. എലിസന്ധ shrewd ആണ്, clever ആണ്. ബിക്കോസ്, അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഷീ തിങ്സ്, അവര് കരുതുന്നു, ദാറ്റ് ദേ ക്യാൻ മേക്ക് മണി. എലിസന്ധ കരുതുന്നു അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. യൂസിങ് ദി ഓൾഡ് മാനെ ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എലിസന്ധ കരുതുന്നു. പക്ഷേ നമ്മുടെ പുസ്തകത്തിനകത്ത് ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇല്ല. ശരിക്കുമുള്ള കഥയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ പാഠത്തിൽ തന്നിരിക്കുന്ന ഭാഗത്ത് അങ്ങനെ പറയുന്നില്ല. എലിസന്ധയാണ് ഇയാളെ വെച്ച് ടിക്കറ്റ്, എന്താണ്, ഇയാളെ കാണണമെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാം എന്നുള്ളൊരു കാര്യം പറയുന്നത് എലിസന്ധയാണ്. പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ അത് പറയുന്നില്ല. പക്ഷേ ഈ ചോദ്യം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉത്തരം പറഞ്ഞല്ലേ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ചോദ്യവും പ്രസന്റ് ടെൻസിലായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. His only supernatural virtue seemed to be patience.
അയാളുടെ ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ വേർച്യൂ, അമാനുഷികമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് സീംഡ് ടു ബി, കാണപ്പെട്ടു. എന്തായിട്ട് കാണപ്പെട്ടു? ടു ബി പേഷ്യൻസ്, ക്ഷമയായിട്ട് കാണപ്പെട്ടു. അപ്പൊ ക്ഷമയാണ് അയാളുടെ അമാനുഷികമായിട്ടുള്ള ഗുണം എന്നാണ് തോന്നിയത്. വൈ ഡസ് ദി ഓതർ സേ സോ? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ അങ്ങനെ പറയുന്നത്? നമ്മുടെ ഓൾഡ് മാന്റെ കാര്യമാണ്. അയാളുടെ സൂപ്പർ നാച്ചുറൽ, അയാളൊരു അമാനുഷികനാണെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ അയാളുടെ അമാനുഷികമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ക്ഷമയാണെന്ന് തോന്നി. എന്തുകൊണ്ട്? നോക്കുക, ഉത്തരം നോക്കുക. ദി ഓൾഡ് മാൻ ഡിഡ് നോട്ട് പെർഫോം എനിത്തിങ് മാജിക്കൽ. ഈ ഓൾഡ് മാൻ മാജിക്കൽ ആയിട്ട് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? അത്ഭുതകരമായിട്ടുള്ള മാജിക് നിറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ഇൻസ്റ്റഡ്, പകരം ഹി റിമൈൻഡ് പേഷ്യന്റ്, അയാൾ പേഷ്യന്റ് ആയിട്ട് തുടർന്നു, ക്ഷമയോടെ ഇരിക്കുകയാണ്. വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം, കോഴി അയാളെ കൊത്തിയപ്പോൾ കോഴിയെ ഒന്നും ചെയ്യുന്നില്ല, കോഴിയെ ഓടിക്കുന്നില്ല. ആൻഡ് പീപ്പിൾ ട്രീറ്റഡ് ഹിം ബാഡ്ലി, ആളുകൾ അയാളെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ, വളരെ മോശമായിട്ട് ആളുകൾ അയാളോട് പെരുമാറിയപ്പോഴും അയാൾ ഇതെല്ലാം സഹിച്ച് അവിടെ ഇരിക്കുകയാണ്, അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ദി ഓതർ സേസ് സോ, ആ ഓതർ ഇങ്ങനെ പറയുന്നു, എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നു അല്ലെ. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നത്. ഇയാൾ മാജിക്കലായിട്ട് ഒന്നും ചെയ്തില്ല, അതുപോലെ തന്നെ എന്താണ്, അതുപോലെ ഇയാൾ അവിടെ അനങ്ങാതെ ഇരിക്കുകയാണ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് അനങ്ങാതെ ഇരുന്നു, അതുകൊണ്ടാണ്, ഈ കാരണങ്ങൾ കൊണ്ടാണ് എഴുത്തുകാരൻ അങ്ങനെ പറഞ്ഞത്. ഇനി നോക്കുക, വൈ ഡു, അടുത്ത ചോദ്യം നോക്കുക. വൈ ഡു മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൺ റാദർ ദാൻ ദി ഓൾഡ് മാൻ? വൈ ഡു മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൺ? എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഫ്ലോക്ക് ചെയ്യുന്നത്, തടിച്ചു കൂടുന്നത്, ടു സീ ദ വുമൺ, ആ സ്ത്രീയെ കാണാൻ? ഏത് സ്ത്രീയാണ്? സ്പൈഡർ വുമൺ ആണ് അല്ലെ, ചെലന്തിയുടെ രൂപത്തിലായ സ്ത്രീ. അവരെ കാണാൻ എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ തടിച്ചു കൂടുന്നത്? റാദർ ദാൻ ദി ഓൾഡ് മാൻ, ഓൾഡ് മാനേക്കാളും. ഓൾഡ് മാനെ അയാളെ കാണാൻ വന്നതിനേക്കാളും കൂടുതൽ ആളുകൾ സ്പൈഡർ വുമനെ കാണാനായിട്ട് തടിച്ചു കൂടുന്നു. വൈ, എന്തുകൊണ്ടാണ്? അപ്പോ നോക്കുക, കാരണം ഇതാണ്. ദി അഡ്മിഷൻ ഫീ ടു സീ ദി വുമൺ ഈസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദി ഓൾഡ് മാൻ. ഈ ചെലന്തി സ്ത്രീ, സ്പൈഡർ വുമണിനെ കാണാനുള്ള ആ എന്താണ് അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത്, അതിന് കയറാനുള്ള ആ ഫീസ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ, വളരെ കുറവാണ് അല്ലെ, ദാൻ ദ ഫീ ടു സീ ദി ഓൾഡ് മാൻ, ഓൾഡ് മാനെ കാണാനുള്ള ഫീയേക്കാളും കുറവാണ്. ഓൾഡ് മാനെ കാണാനുള്ള ഫീ എന്ന് പറയുന്നത് നമുക്കറിയാം 5 സെന്റ് ആണ് അല്ലെ, അതിനേക്കാളും കുറവാണ് സ്പൈഡർ വുമണിനെ കാണാനുള്ള ഫീ എന്ന് പറയുന്നത്. ആൻഡ് people are also permitted to ask her questions. അത് മാത്രമല്ല, ആളുകൾക്ക് ഇവരോട് ചോദ്യം ചോദിക്കുകയും ചെയ്യാം. ഓൾഡ് മാന്റെ കേസിൽ എന്ത് ചോദിച്ചാലും ഓൾഡ് മാൻ അനങ്ങത്തില്ല അല്ലെ, ഒന്നും മിണ്ടത്തില്ല. പക്ഷേ ഈ സ്പൈഡർ വുമൺ ഉത്തരം കൊടുക്കും, സംസാരിക്കും. അപ്പൊ ഇവരോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. സോ അതുകൊണ്ട് മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹർ, കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുകയാണ്? ഇവരെ കാണാനായിട്ട് തടിച്ചു കൂടുകയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Why is the doctor surprised by the logic of the wings? അപ്പോൾ ചിക്കൻ പോക്സ് വരുന്ന സമയത്ത് ഓർമ്മയുണ്ടല്ലോ, പാഠത്തിനകത്ത് പറയുന്നു പെലായോയുടെ കുഞ്ഞിന് ചിക്കൻ പോക്സ് വരുന്നു, അതേസമയം തന്നെ ഓൾഡ് മാൻ ചിക്കൻ പോക്സ് വരുന്നു. അപ്പോൾ കുഞ്ഞിനെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർ ഓൾഡ് മാൻ്റെ അടുത്തേക്ക് കൂടി പോവുകയാണ്. അപ്പോൾ അതേ ഡോക്ടർ, ആ ഡോക്ടർ, വൈ ഈസ് ദ ഡോക്ടർ സർപ്രൈസ്ഡ്, അയാൾ എന്തുകൊണ്ടാണ് അത്ഭുതപ്പെടുന്നത്, ഞെട്ടുന്നത്? ബൈ ദ ലോജിക് ഓഫ് ദ വിങ്സ്, ആ വിങ്സിന്റെ ലോജിക്ക്, വിങ്സിന്റെ യുക്തി, ആ വിങ്സിന്റെ യുക്തിയിൽ അയാൾ എന്തുകൊണ്ടാണ് അത്ഭുതപ്പെടുന്നത്? അപ്പോൾ ഓൾഡ് മാന്റെ വിങ്സ് കണ്ടിട്ട് അയാൾ എന്തുകൊണ്ടാണ് അത്ഭുതപ്പെടുന്നത്? നോക്കുക, ദി ഓൾഡ് മാൻസ് വിങ്സ്, ആ ഓൾഡ് മാന്റെ ചിറകുകൾ, സീം വെരി നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. അല്ല, സീം വെരി നാച്ചുറൽ, വളരെ നാച്ചുറൽ ആയിട്ടാണ് തോന്നുന്നത്. ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും മനുഷ്യന്റെ പോലെയുള്ള ആ ഒരു എന്താണ് ഘടനയാണ് അല്ലെ, ആ ഒരു ഓർഗാനിസമാണ്, ആ ഒരു വ്യവസ്ഥയാണ് അല്ലെ, ആ ഒരു ജീവിയാണ്, മനുഷ്യജീവി. ഒരു മനുഷ്യജീവിയുടെ മേലെ ഒരു ചിറക്, അത് വളരെ നാച്ചുറൽ ആയിട്ട്, നമ്മുടെയൊക്കെ കൈ പോലെ തന്നെ ചിറക്, അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടിരിക്കുന്നു. സോ അതുകൊണ്ട് ദി ഡോക്ടർ ഈസ് സർപ്രൈസ്ഡ്, ഡോക്ടർ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഈ ഓർഗാനിസത്തെ, ഈ ജീവിയെ കണ്ടിട്ട് ഡോക്ടർ ഞെട്ടിപ്പോവുകയാണ്. ഇത്ര നാച്ചുറൽ ആയിട്ടാണ് ആ ചിറക് ഇയാളുടെ മേത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണ് ഡോക്ടർ അത്ഭുതപ്പെടുന്നത്. ഇനി നോക്കുക, അടുത്ത ചോദ്യം നോക്കുക. വൈ ഡസ് എലിസന്ത ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്? എന്തുകൊണ്ടാണ് എലിസന്ത എന്താണ് ആശ്വാസത്തിന്റെ ഒരു സൈ, നെടുവീർപ്പ് പുറപ്പെടുവിക്കുന്നത്, ലെറ്റ് ഔട്ട് ചെയ്യുന്നത്? അപ്പൊ എലിസന്ത ആശ്വാസത്തോടുകൂടി ഹൗ എന്ന് വെക്കുന്നു. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താണ്? എലിസന്ത ലെറ്റ്സ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്, ആശ്വാസം കൊണ്ട് ഒരു നെടുവീർപ്പ്
ഇടുകയാണ് ആര്? എലിസന്ത. എപ്പോഴാണ്? വെൻ ദി ഓൾഡ് മാൻ ഫ്ലൈസ് അവേ ഫ്രം ദെയർ. ഓൾഡ് മാൻ അവിടുന്ന് പറന്നു പോകുമ്പോഴാണ് അല്ലെ, ഓൾഡ് മാൻ അവരുടെ വീട്ടിൽ നിന്ന് പറന്നു പോകുന്നു, അപ്പോഴാണ് എലിസന്ത ഹൗ എന്ന് വെക്കുന്നത്. ബിക്കോസ് കാരണം ഹി ഈസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ്. ഇനി അവളുടെ ജീവിതത്തിൽ ആ ഓൾഡ് മാൻ ഒരു അനോയൻസ് അല്ല, ഒരു ശല്യമല്ല. ഇതാണ് കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഓൾഡ് മാൻ ഇപ്പോൾ ഒരു ശല്യമാണ്, അല്ലെ ശല്യമായിരുന്നു, ഇനി അയാൾ ശല്യമല്ല, കാരണം അയാൾ പറന്നുപോയി. അപ്പൊ ഇവര് ആശ്വാസത്തോടുകൂടി നെടുവീർപ്പിടുകയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അപ്പൊ ഇത്രയും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറയട്ടെ, ഇത്രയുമാണ് നമ്മുടെ പാഠത്തിന്റെ സൈഡിലുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് പാഠത്തിന് ശേഷമുള്ള ചോദ്യങ്ങളാണ് വേണ്ടത്. 1, 2, 3 നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. നോക്കുക. 1, വാട്ട് ഈസ് ദി ഓൾഡ് മാൻസ് റോൾ ഇൻ ദി സ്റ്റോറി? കഥയിൽ ഓൾഡ് മാന്റെ റോൾ എന്താണ്? ഈ കഥയിൽ ഓൾഡ് മാന്റെ റോൾ എന്താണ്? ഹൗ ഡസ് ഹിസ് പ്രസൻസ് അഫക്ട് പെലായോസ് ഫാമിലി? എങ്ങനെയാണ് അയാളുടെ സാന്നിധ്യം പെലായോയുടെ കുടുംബത്തെ അഫക്റ്റ് ചെയ്യുന്നത്? ഇയാൾ എങ്ങനെയാണ് പെലായോയുടെ കുടുംബത്തെ ബാധിക്കുന്നത്? നമുക്ക് ഉത്തരം നോക്കാം. ആദ്യം അയാളുടെ റോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. The old man represents the weak and the different in the society. ഈ ഓൾഡ് മാൻ സമൂഹത്തിലെ, സൊസൈറ്റിയിലെ വീക്ക് ആയിട്ടുള്ള, ദുർബലരായിട്ടുള്ള, അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള, വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്, പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രതിനിധിയാണ്. അപ്പൊ അവരെ പോലെയുള്ള ഒരാളാണ് ഈ ഓൾഡ് മാൻ എന്ന് പറയുന്നത്. വളരെ ശക്തിയില്ലാത്ത, മറ്റുള്ളവരെ സാധാരണക്കാരെ പോലെ, നോർമൽ ആളുകളെ പോലെ അല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ ഓൾഡ് മാൻ എന്ന് പറയുന്നത്. ഹി സിംബലൈസസ് സീരിയസ് തീംസ്. ഈ കഥയിൽ പുള്ളിക്കാരൻ സിംബലാണ്, ഒരു സൂചനയാണ്, ഒരു പ്രതീകമാണ്. എന്തിന്റെ പ്രതീകമാണ്? ഓഫ് സീരിയസ് ആയിട്ടുള്ള തീമുകളുടെ, വിഷയങ്ങളുടെ ഒരു പ്രതീകമാണ്. സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഓൾഡ് മാനിലൂടെ നമ്മുടെ എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെ വിഷയങ്ങളാണ്? എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, ആൻഡ് നീഡ് ഫോർ കമ്പാഷൻ. സമൂഹത്തിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് കമ്പാഷൻ ആവശ്യമാണ്, അനുകമ്പ ആവശ്യമാണ്. നമ്മൾ അവരോട് ക്രൂരത കാണിക്കാനല്ല നോക്കേണ്ടത്, പിന്നെയോ അവരോട് അനുകമ്പയോടുകൂടി പെരുമാറാനാണ് നോക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് കാര്യം, എക്സ്പ്ലോയിറ്റേഷൻ അതുപോലെ നീഡ് ഫോർ കമ്പാഷൻ, ഈ രണ്ട് തീമുകളാണ് ഓൾഡ് മാനെ വെച്ചിട്ട് നമ്മുടെ എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നോക്കുക. ദോ ഹിസ് പ്രസൻസ് അറ്റ് ഫസ്റ്റ് ഷോക്സ് പെലായോ ആൻഡ് ഹിസ് വൈഫ്. ദോ ഹിസ് പ്രസൻസ്, അയാളുടെ പ്രസൻസ്, സാന്നിധ്യം, അത് അറ്റ് ഫസ്റ്റ് ആദ്യം ഷോക്ക് ദോ ചെയ്യുന്നുണ്ടെങ്കിലും, അല്ലെ ഷോക്ക് ചെയ്യുന്നു, ഞെട്ടിപ്പിക്കുന്നു പെലായോയും ആൻഡ് ഹിസ് വൈഫ്, അയാളുടെ ഭാര്യയും. അല്ലെ ആദ്യം ഇയാളെ കാണുമ്പോൾ പെലായോയും ഭാര്യയും ഷോക്കായി പോകുന്നുണ്ടെങ്കിലും, അതാണ് ദോ. ഇവഞ്ച്വലി, പതിയെ, ഹി ഹെൽപ്സ് ദ ഫാമിലി ബിക്കം റിച്ച്. അയാൾ ഹെൽപ്പ് ചെയ്യുകയാണ്, സഹായിക്കുകയാണ് ആ കുടുംബത്തെ, ഫാമിലിയെ. ബിക്കം റിച്ച്, എന്തിനാണ്? സമ്പന്നരാകാൻ, പൈസക്കാരാകാനായിട്ട് ഈ ഓൾഡ് മാൻ സഹായിക്കുകയാണ്. ദേ മേക്ക് എ ലോട്ട് ഓഫ് മണി. അവരെന്ത് ചെയ്യുകയാണ്? പെലായോയും എലിസന്തയും ഒത്തിരി പൈസ ഉണ്ടാക്കുകയാണ്, ഒത്തിരി പണം ഉണ്ടാക്കിയാണ്. ടേണിംഗ് ദി ഓൾഡ് മാൻ ഇൻ ടു എ സ്പെക്ടക്കിൾ. ആ ഓൾഡ് മാനെ ഒരു സ്പെക്ടക്കിൾ ആക്കി മാറ്റിക്കൊണ്ട്, ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റിക്കൊണ്ട് അവരൊത്തിരി പൈസ ഉണ്ടാക്കുന്നു. ഇനി അടുത്ത ചോദ്യം. മെൻഷൻ എനി 2 traits ഓഫ് ദി ഓൾഡ് മാൻ. ഈ ഓൾഡ് മാന്റെ ഏതെങ്കിലും 2 ട്രൈറ്റുകൾ, ഗുണങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യുക, പറയുക. ദാറ്റ് ഇംപ്രസ് യു. നിങ്ങൾക്ക് ഇംപ്രഷൻ തോന്നുന്ന, നിങ്ങളെ ഇംപ്രസ് ചെയ്യുന്ന, നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന, സൂപ്പർ ആയിട്ട് തോന്നുന്ന ഇയാളുടെ 2 ഗുണങ്ങൾ പറയാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. 1, ദി ഓൾഡ് മാൻ ഈസ് വെരി പേഷ്യന്റ്. ഈ ഓൾഡ് മാൻ എന്ന് പറയുന്നത് വളരെ പേഷ്യന്റ് ആണ്, അല്ലെ വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്. ഹി ഡസ് നോട്ട് റെസ്പോണ്ട്, അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈവൻ വെൻ അതേഴ്സ് ട്രീറ്റ് ഹിം ബാഡ്ലി. ബാക്കിയുള്ള ആളുകൾ ഇയാളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ പോലും അയാൾ ക്ഷമയോടെ ഇരിക്കുകയാണ്, അയാൾ പ്രതികരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതൊന്ന്. ഇനി 2, ഹിസ് ടോളറൻസ്. അയാളുടെ സഹിഷ്ണുതയാണ്, സഹനശക്തിയാണ്, സഹിക്കാനുള്ള കഴിവാണ്. എന്ത് സഹിക്കാനാണ്? ഓഫ് പെയിൻ ആൻഡ് സഫറിങ്. വേദനയും യാതനയും, അല്ലെ അയാൾ ഒത്തിരി വേദന സഹിക്കുന്നു, ദുരിതം അനുഭവിക്കുന്നു, അതിനുള്ള കഴിവ്. അതാണ് ഈസ് അനദർ ഗ്രേറ്റ് ക്വാളിറ്റി, അയാളുടെ മറ്റൊരു വലിയ ഗുണം എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ, അല്ലെ സമൂഹത്തിൽ ഇന്ന് പല അക്രമങ്ങളും അതുപോലെ തല്ലും ഇടിയും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സഹിഷ്ണുത എന്ന് പറയുന്ന, ടോളറൻസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലാത്തത് കൊണ്ടാണ്. ചെറിയൊരു കാര്യം മതി മറ്റൊരാളെ തല്ലാൻ, അങ്ങനെ അല്ലെ മറ്റൊരാളെ ഉപദ്രവിക്കാൻ, ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മുടെ ഓൾഡ് മാനിൽ നിന്ന് കണ്ടു പഠിക്കേണ്ടതുണ്ട്. ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള
ക്ഷമയാണ്, സഹനശക്തിയാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് എലമെന്റ്സ് ഓഫ് ദി സ്റ്റോറി ഡു യു കൺസിഡർ മാജിക്കൽ? എന്തൊക്കെ എലമെന്റുകളാണ് ഓഫ് ദി സ്റ്റോറി, ഈ കഥയിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡു യു കൺസിഡർ, നിങ്ങൾ പരിഗണിക്കുന്നത്, കണക്കാക്കുന്നത് മാജിക്കലായിട്ട്, അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? വൈ, എന്തുകൊണ്ട്? നോക്കുക, ദി ഓൾഡ് മാൻ ഹിംസെൽഫ് ഈസ് എ മാജിക്കൽ ക്യാരക്ടർ. ഈ ഓൾഡ് മാൻ എന്ന് പറയുന്നത് തന്നെ ഒരു മാജിക്കൽ ക്യാരക്ടറാണ് അല്ലെ. അപ്പൊ പുള്ളിക്കാരൻ തന്നെ ഒരു അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ്. ബിക്കോസ്, കാരണം ഹി ഹാസ് ഇനോമസ് വിങ്സ്, പുള്ളിക്ക് എന്തുണ്ട്? വലിയ ചിറകുകളുണ്ട്. അത് നോർമൽ അല്ല, പുള്ളി തന്നെ ഒരു മാജിക്കൽ ക്യാരക്ടറാണ്. ഒന്ന്. പിന്നെ നോക്കുക, ദ വുമൺ ഹൂ ഹാസ് ബീൻ ചേഞ്ച്ഡ് ഇൻടു എ സ്പൈഡർ, ഒരു ചെലന്തിയാക്കി മാറ്റപ്പെട്ട സ്ത്രീ, ചെലന്തിയായിട്ട് മാറിയ സ്ത്രീയുണ്ട്. ക്യാരീസ് അനദർ മാജിക്കൽ എലമെന്റ്, അവരാണ് മറ്റൊരു മാജിക്കൽ എലമെന്റ് ഉൾക്കൊള്ളുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത്. മറ്റൊരു മാജിക്കൽ എലമെന്റ് ഈ സ്പൈഡർ വുമണിന്റെ കേസിലാണ്. സച്ച് ക്യാരക്ടേഴ്സ്, ഇപ്പൊ നമ്മുടെ ചിറകുള്ള ഓൾഡ് മാനും അതുപോലെ ചെലന്തി സ്ത്രീയും, സച്ച് ക്യാരക്ടേഴ്സ്, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കനോട്ട് എക്സിസ്റ്റ്, ഇങ്ങനെയുള്ള ആളുകൾ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല ഇൻ ദ റിയൽ വേൾഡ്, യഥാർത്ഥ ലോകത്തിൽ. അപ്പൊ യഥാർത്ഥ ലോകത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇല്ല, ഉണ്ടാകില്ല. അപ്പോ ഇതൊക്കെ മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഈ രണ്ട് വ്യക്തികളും, ഈ രണ്ട് ക്യാരക്ടേഴ്സും. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. Describe the old man's first clumsy attempts at flight. Describe, വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് വിവരിക്കാനാണ്? നമ്മുടെ ഓൾഡ് മാന്റെ ഫസ്റ്റ് ക്ലംസി അറ്റംപ്റ്റ്സ് അല്ലെ, ഫസ്റ്റ് ആദ്യത്തെ ക്ലംസി ആയിട്ടുള്ള, ക്ലംസി നമ്മൾ പറഞ്ഞു വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാതെ ചെയ്യുന്നതാണ് അല്ലെ. അങ്ങനെയുള്ള ശ്രമങ്ങൾ, പ്രയത്നം, അറ്റംപ്റ്റ്സ്, ശ്രമങ്ങളാണ്. എന്തിനാണ്? അറ്റ് ഫ്ലൈറ്റ്, പറക്കാനായിട്ട് ഇയാൾ ഭയങ്കര പ്രയാസപ്പെട്ട് ആദ്യം ശ്രമിക്കുന്നുണ്ട് അല്ലെ, അത് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ദി ഓൾഡ് മാൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്, ഇയാളുടെ ആദ്യ ശ്രമങ്ങൾ, പറക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ ആർ വെരി ക്ലംസി, ശരിക്കും ക്ലംസിയാണ്, ഭയങ്കര പ്രയാസം നിറഞ്ഞതാണ്. ഹി ഈസ് ഓൺ ദ പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ, പെലായുടെ വീട്ടിലെ ഷെഡ് ഉണ്ടല്ലോ, അത് പൊളിച്ചടുക്കി താഴെയിടുന്ന ഒരു വക്ക് വരെ ഇയാൾ എത്തുന്നുണ്ട്. കാരണം എന്താണ്? ആസ് ഹി കനോട്ട് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദി എയർ, കാരണം ചിറക് വീശിയിട്ട് ഇയാൾക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല, ഇയാൾ പറക്കാൻ നോക്കിയിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല, താഴേക്ക് വരാൻ പോകുന്ന കണക്ക്. അപ്പൊ ഇയാൾ ആ ഷെഡൊക്കെ പൊളിച്ചിടുന്ന ഒരു സ്റ്റേജ് വരെ എത്തി. ബട്ട് എന്നാൽ ഹി മാനേജസ് ടു റൈസ്, അയാള് ഒരു വിധത്തിൽ ഉയരുന്നു അല്ലെ, ചിറകടിച്ച് ഒരു വിധത്തിൽ ഉയരുകയാണ്. ഹി ഹോൾഡ്സ് ഹിംസെൽഫ് അപ്പ്, അയാള് ഉയർന്നു നിൽക്കുന്നു. ഇൻ സം വേ, ഒരു വിധത്തിൽ, ഒരു തരത്തിൽ, with the risky flapping of a senile vulture, ഒരു senile vultureന്റെ risky flapping. senile vulture പ്രായാധിക്യം കാരണം ഒത്തിരി പ്രായമായിട്ട് തലയൊന്നും നേരെ വർക്ക് ചെയ്യാത്ത, നേരെ ബുദ്ധി വർക്ക് ചെയ്യാത്ത, അങ്ങനെയുള്ളതിനെയാണ് senile എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കഴുകൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് റിസ്ക് എടുത്ത് ചിറകിട്ടടിച്ച് വായുവിൽ നിൽക്കുന്നത് പോലെ അത്തരത്തിൽ ഇയാൾ ഉയർന്ന് നിന്ന് പറന്നു പോവുകയാണ്. എങ്ങനെയോ, thus അങ്ങനെ he passes over the last houses, അവസാന വീടുകളും കടന്ന് ഇയാൾ പോകുന്നു. and disappears on the horizon of the sea, എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? കടലിന്റെ ഹൊറൈസണിൽ, ചക്രവാളത്തിലേക്ക് ഇയാൾ മറയുകയാണ് അല്ലെ, അങ്ങോട്ടേക്ക് കടലിന്റെ അറ്റത്തേക്ക് ഇയാൾ പറന്നു പോവുകയാണ്, അതിരിലേക്ക് പറന്നു പോവുകയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. What happens to the old man's popularity in the course of time? What happens to the old man's popularity? Old man's popularity ക്ക് എന്ത് പറ്റുന്നു? അപ്പോൾ old man വളരെ പോപ്പുലർ ആയിരുന്നു, ആളുകളുടെ ഇടയിൽ വളരെ ഫേമസ് ആയിരുന്നു. എന്നാൽ അതിന് എന്ത് സംഭവിക്കുന്നു? In the course of time, സമയം പോകുന്നതനുസരിച്ച് അല്ലെ, സമയത്തിന്റെ കുത്തൊഴുക്കിൽ എന്താണ് സംഭവിക്കുന്നത്? സമയം കുറച്ച് കടന്നു പോയപ്പോൾ ഓൾഡ് മാൻ, ജനപ്രിയനായിരുന്ന ഓൾഡ് മാൻ എന്ത് സംഭവിച്ചു? നമുക്ക് നോക്കാം. The old man is extremely popular at first. ആദ്യമൊക്കെ ഓൾഡ് മാൻ ഭയങ്കര പോപ്പുലർ ആണ് അല്ലെ, വളരെ വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹിം, ആളുകൾ ഓടിക്കൂടുകയാണ് ഇയാളെ കാണാനായിട്ട് അല്ലെ, തടിച്ചു കൂടുന്നു. ആൻഡ് പെലായോസ് ഫാമിലി മേക്സ് എ ലോട്ട് ഓഫ് മണി യൂസിങ് ഹിം, ഇയാളെ ഉപയോഗിച്ചുകൊണ്ട് പെലായോയുടെ കുടുംബം ഒത്തിരി പൈസയും ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് എന്നാൽ ബിഫോർ ലോങ്, വൈകാതെ, ഹി ബിക്കംസ് അൺവാണ്ടഡ്, ഇയാളെ ആർക്കും വേണ്ടാതാകുന്നു അല്ലെ, ആരും ഇയാളെ കാണാൻ വരുന്നില്ല. എപ്പോഴാണ്? when the spider woman's show arrives in the town, സ്പൈഡർ വുമന്റെ ഷോ ടൗണിൽ വരുമ്പോൾ. അപ്പൊ സ്പൈഡർ വുമൺ ടൗണിലേക്ക് വരുമ്പോൾ ആളുകളെല്ലാം അങ്ങോട്ടേക്ക് പോവുകയാണ്, പിന്നെ ആർക്കും ഇയാളെ വേണ്ട. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അയാളുടെ പോപ്പുലാരിറ്റി കുറയുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം.
പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ സ്റ്റോറി. കഥയിൽ നിന്ന് താഴെ തന്നിരിക്കുന്നവയ്ക്ക് ഉദാഹരണം എടുത്തെഴുതുക. ഇൻസ്റ്റൻസസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഉദാഹരണങ്ങൾ താഴെ കഥയിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒറിജിനൽ പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. എന്നിട്ട് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 3 കോളങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ ഇമേജറി, രണ്ടാമത്തെ കോളത്തിൽ സിമിലി, മൂന്നാമത്തെ കോളത്തിൽ മാജിക്കൽ എലമെന്റ്സ്. ഇമേജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രങ്ങളാണ്, വാക്കുകൾ കൊണ്ട് തീർക്കുന്ന ചിത്രങ്ങൾ, വാങ്മയ ചിത്രങ്ങൾ, അതാണ് ഇമേജറി. രണ്ടാമത്തെ എന്താണ്? സിമിലിയാണ്. സിമിലി എന്ന് പറയുമ്പോൾ ഉപമയാണ്, ഒരു കാര്യം മറ്റെന്തെങ്കിലും പോലെയാണ് എന്ന് പറയുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ലൈക്ക്, അസ് ഒക്കെ വെച്ചാണ് സാധാരണ ഇത് പറയുന്നത്. അടുത്തത് മാജിക്കൽ എലമെന്റ്സ്, മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പാഠത്തിനകത്ത് വരുന്നത്. അപ്പൊ ഇമേജറി ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ഇനോർമസ് വിങ്സ് അല്ലെ, വലിയ ചിറകുകൾ, അതൊരു ചിത്രമാണ്, നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രം വരും. അതുപോലെ സിമിലി ഇവിടെ കൊടുത്തേക്കുന്നത് ലൈക്ക് എ റാറ്റ് പിക്കർ, ഒരു വേസ്റ്റ് പെറുക്കുന്ന ഒരാളിനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. ലൈക്ക് ഇവിടെ വന്നിരിക്കുന്നു, അപ്പോൾ ഇത് സിമിലിയാണ്. ഈ മാജിക്കൽ എലമെന്റ്സ്, വിങ്സ്, ഒരു നോർമൽ മനുഷ്യന് ചിറക് വരത്തില്ല, ഇവിടെ ഒരു മനുഷ്യന് ചിറക്, അതൊരു മാജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇമേജറി ഒക്കെ നമ്മൾ ബ്ലൂ നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി നമ്മൾ കൊടുത്തിരിക്കുന്നു നീല നിറത്തില്. ലൈറ്റ് വാസ് വീക്ക് എന്ന് ആദ്യം പറയുന്നു അല്ലെ. ലൈറ്റ് വാസ് വീക്ക്, വെളിച്ചക്കുറവാണെന്ന് പറയുന്നു. അപ്പോൾ വീക്ക് ലൈറ്റ് ആണ് അല്ലെ, ദുർബലമായിട്ടുള്ള വെളിച്ചമാണ്, മീൻസ് ഇരുണ്ട വെളിച്ചമാണ്. അടുത്തത് ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ് എന്ന് പറയുന്നത് വീടിന്റെ പിൻമുറ്റമാണ് അല്ലെ, പിന്നാമ്പുറമാണ്. അപ്പോൾ ആ മുറ്റത്തിന്റെ പിറകു ഭാഗം, അതൊരു ചിത്രമാണ്, നമ്മുടെ മനസ്സിലേക്ക് വരും. ഇനോർമസ് വിങ്സ് പുസ്തകത്തിൽ തന്നെ നമ്മുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ്. കംപ്രസസ്, നമുക്ക് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന തുണിക്കാണ് കംപ്രസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ചിത്രമാണ്. സിക്ക് ചൈൽഡ് അല്ലെ, വയ്യാത്ത കുഞ്ഞ്. ഫോളൻ ബോഡി, വീണ് കിടക്കുന്ന വസ്തു. റാറ്റ് പിക്കർ അല്ലെ, വേസ്റ്റ് പെറുക്കുന്ന ആള്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഡ്രങ്ക്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, നനഞ്ഞു കുതിർന്നിരിക്കുന്ന ഒരു മുതുമുത്തശ്ശൻ. ബസാർഡ് വിങ്സ്, കഴുകന്റെ ചിറകുകൾ. ലോൺലി കാസ്റ്റവേ, ഒറ്റയ്ക്ക് കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കരക്കടിഞ്ഞിരിക്കുന്ന ഒരാള് അല്ലെ. ഫോറിൻ ഷിപ്പ്, വിദേശ കപ്പൽ. ഇതൊക്കെ ചിത്രങ്ങളാണ്. നമുക്ക് വേറെ ഒത്തിരി ഉണ്ട്, നമുക്ക് എല്ലാം കൂടെ പറ്റില്ല. നമുക്ക് എളുപ്പത്തിൽ വരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ അല്ലെ, ശരിക്കുമുള്ള യഥാർത്ഥത്തിലുള്ള ഒരു മാലാഖ. അപ്പൊ ഒരു മാലാഖയുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും. ബെയ്ലിഫ്സ് ക്ലബ്ബ്, ബെയ്ലിഫിന്റെ വടി, പോലീസുകാരുടെ ലാത്തി പോലെയുള്ള വടി നമ്മുടെ മനസ്സിലേക്ക് വരും. ചിക്കൻ കൂപ്പ്, കോഴിക്കോട് ചിത്രമാണ്. ഫ്രഷ് വാട്ടർ അല്ലെ, ശുദ്ധജലം. ഹൈ സീസ്, പുറംകടല്. അതുപോലെ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ, അമാനുഷിക ജീവി. സർക്കസ് ആനിമൽ അല്ലെ, സർക്കസ് മൃഗം, ഇതൊക്കെ തന്നെ ചിത്രമാണ്. ലൈൻ ഓഫ് പിൽഗ്രിംസ്, തീർത്ഥാടകരുടെ നീണ്ട നിര. അതുപോലെ ഹൊറൈസൺ, ചക്രവാളം, അതിർവരമ്പ്. നമ്മളിപ്പം കടലിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും അറ്റത്ത് ആകാശവും കടലും തമ്മിൽ മുട്ടിക്കിടക്കുന്ന ഭാഗം അല്ലെ, ചക്രവാളം. ഇതൊക്കെ അതിർവരമ്പ്, ഇതൊക്കെ തന്നെ ചിത്രങ്ങളാണ്. മോത്ത് ബോൾസ്, പാറ്റാഗുളിക പോലെ മോത്തുകളെ, കീടങ്ങളെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ള ഉണ്ട ഗുളികയാണ് അത്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രമാണ് എഗ് പ്ലാന്റ് മഷ്, വഴുതനയുടെ ഉള്ളിലുള്ള ആ പൾപ്പ്. അതുപോലെ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്, ചിറകിലെ കീടങ്ങൾ, ഓൾഡ് മാന്റെ ചിറകിലെ കീടങ്ങൾ, പ്രാണികൾ നുരയ്ക്കുന്നത് നമുക്ക് കാണാം, ആ ചിത്രം നമുക്ക് കാണാം അല്ലെ. അതുപോലെ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എന്ന് പറയുന്നുണ്ട്. സംഭവം സ്പൈഡർ വുമൺ എന്ന് പറയുന്നത് മറ്റൊരു ചിത്രമാണ് അല്ലെ. ചെലന്തിയുടെ ശരീരവും മനുഷ്യ സ്ത്രീയുടെ തലയുമുള്ള ആ ഒരു രൂപം, അതൊരു ചിത്രമാണ്. ടു സ്റ്റോറി മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ് അല്ലെ, ബാൽക്കണിയും പൂന്തോട്ടമൊക്കെ ഉള്ള ഒരു 2 നില വീട്. ഹൈ നെറ്റിംഗ്, നല്ല ഉയരമുള്ള കമ്പിവേലി. അയൺ ബാസ് ഓൺ ദ വിൻഡോസ്, അതുപോലെ ജനലുകളിൽ ഇരുമ്പഴികൾ. റാബിറ്റ് വാറൻ, മുയലുകൾക്ക് താമസിക്കാനുള്ള മാളങ്ങളൊക്കെയുള്ള സംവിധാനം. അതുപോലെ സാറ്റിൻ പംപ്സും ഇറിഡസെന്റ് സിൽക്കും ഒക്കെ വരുന്നതാണ്, അതൊക്കെ ചിത്രങ്ങൾ തന്നെയാണ്. ദ ഡങ് ഹീപ്പ്, അതുപോലെ കോഴിക്കാഷ്ടം. ന്യൂ ഹൗസ്, പുതിയ വീട്, ഇതൊക്കെ തന്നെ ചിത്രങ്ങളാണ് അല്ലെ. ഒത്തിരി കാണാം ഇങ്ങനെ. സണ്ണി ഡേയ്സ്, വെയിലുള്ള ദിവസം അല്ലെ, നല്ല വെയിലുള്ള ദിവസം. ലാർജ് സ്റ്റിഫ് ഫെദേഴ്സ്, നല്ല നീളമുള്ള വലിയ കട്ടിയുള്ള തൂവലുകൾ. അതുപോലെ സ്കെയർ ക്രോ, കോലം. ബഞ്ചസ് ഓഫ് ഒനിയൻസ്, ഉള്ളിയുടെ തണ്ടുകൾ. അതുപോലെ ലാസ്റ്റ് ഹൗസസ്, അവസാന വീടുകൾ. ഫ്ലാപ്പിംഗ് ഓഫ് എ സീനൈൽ വൾച്ചർ, ഒരു കഴുകന്റെ, പ്രായം ചെന്നൊരു കഴുകൻ കിളി പോയി ചിറക് വീശുന്ന പോലെയുള്ള സംഭവം. അതൊക്കെ ചിത്രങ്ങളാണ്, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളാണ്. ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദി സീ, കടലിന്റെ അങ്ങേയറ്റത്ത് അതിർവരമ്പിൽ ഒരു പൊട്ട്. ഇതൊക്കെ തന്നെ ചിത്രങ്ങളാണ്. ഇതൊക്കെ ഇമേജസ് ആണ്, നമുക്ക് ഈ പാഠത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ഇമേജസ് ആണ്. ഇനി പറഞ്ഞേക്കുന്ന കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിമിലിയാണ് അല്ലെ. സിമിലി നോക്കുമ്പോൾ ലൈക്ക് എ റാറ്റ് പിക്കർ, പുസ്തകത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യമാണ് ലൈക്ക് എ റാറ്റ് പിക്കർ. നിങ്ങൾ നോക്കുക, റെഡ് ലൈൻ ഇട്ടേക്കുന്നത്, നമ്മൾ ചുവന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് സിമിലിയാണ്. ലൈക്ക് എ റാറ്റ് പിക്കർ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെന്താണ് നോക്ക്, ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വേറിന്റെ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. ഇവിടെ ഒരു സർക്കസ് ആനിമലിനെ പോലെ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പക്ഷേ പോലെ എന്ന് പറയാനായിട്ട് ലൈക്ക് എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ആസിഫ് എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആസിഫ്, ആസിഫ് എന്നുള്ളതും ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ എന്നുള്ളതും സിമിലിക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വേറിന്റെ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ അവിടെ നിൽക്കട്ടെ, ബട്ട് എ സർക്കസ് ആനിമൽ, ആസ് ഇഫ് ഹി വേർ എ സർക്കസ് ആനിമൽ, അങ്ങനെ വരും. ഒരു സർക്കസ് ആനിമൽ എന്ന പോലെ എന്ന രീതിയിൽ വരും, അതൊരു സിമിലിയാണ്. ഇനി എന്താണ്, ഇതുപോലെ നോക്കി, ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ, മരിച്ചുകൊണ്ടിരിക്കുന്ന അലഞ്ഞു നടക്കുന്ന വീടൊന്നുമില്ലാത്തൊരു മനുഷ്യനെ പോലെ ലൈക്ക് വന്നിട്ടുണ്ട്, അതും സിമിലിയാണ്. നോക്കണം, ഈ ചുവന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നോക്കുക. അതുപോലെ ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ, ഒരു കോലത്തിന്റെ തൂവലുകൾ പോലെ, അവിടെയും ലൈക്ക് വന്നിട്ടുണ്ട്, കോലത്തിന്റെ തൂവലുകൾ പോലെ. അപ്പൊ ഇത്രയുമൊക്കെയാണ് സിമിലി. അടുത്ത മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ കഥയിൽ വരുന്ന മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് അത്? ഗ്രീൻ ലൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വിങ്സ് പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിങ്സ് അല്ലെ, ഗ്രീൻ ലൈൻ ആണ് പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിങ്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ബാക്കി അടുത്ത വരുന്നത് വുമൺ ഹൂ ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ഇടിയും മിന്നലും ഒന്ന് ഇടി കൊണ്ടിട്ട് അല്ലെ മിന്നലേറ്റിട്ട് എന്താണ് ചെലന്തിയായിട്ട് മാറുന്ന ഒരു സ്ത്രീ. നോർമൽ അല്ല, അതൊരു മാജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെന്താണ്, ഈ ഓൾഡ് മാൻ്റെ കേസിൽ ചിക്കൻ കൂപ്പ് പൊളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, പുള്ളിക്കാരനെ സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം പല സ്ഥലങ്ങളിൽ കാണുക, അതും മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരേ സമയം പല സ്ഥലങ്ങളിൽ കാണുക, അതും മാജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത് നോക്കിയാൽ ഫ്ലൈറ്റ്, പറക്കുന്നത്, ചിറക് നമ്മൾ ഓൾറെഡി പറഞ്ഞു മാജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരു മനുഷ്യൻ പറക്കുന്നു അല്ലെ, ചിറകുള്ള ഒരു മനുഷ്യൻ പറക്കുന്നു, ഫ്ലൈറ്റ്, അതും മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പാഠത്തിൽ കാണാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. അടുത്ത ചോദ്യം നമുക്ക് തിരിച്ചു പോയി നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന പേജിൽ തന്നെ നമുക്ക് നോക്കാം. നോക്കുക, ദി ഓൾഡ് മാൻ ഫൈനലി മാനേജ് ടു ഫ്ലൈ അവേ. ദി ഓൾഡ് മാൻ ഫൈനലി, അവസാനം എന്ത് ചെയ്യുകയാണ്, മാനേജസ് ടു ഫ്ലൈ അവേ, പറന്നു പോവുകയാണ് ഒരു വിധം അല്ലെ, ഒരു വിധത്തിൽ പറന്നു പോകുന്നു. എലിസന്ത വാച്ചസ് ഹിം ടിൽ ഹി ഡിസപ്പിയേഴ്സ്, അയാൾ കാഴ്ചയിൽ നിന്ന് മറയുന്നത് വരെ എലിസന്ത നോക്കി നിൽക്കുകയാണ്. യു മേ ഡിസ്കസ് ഇൻ ഗ്രൂപ്സ്, നിങ്ങൾ ഇത് ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് അറ്റംപ്റ്റ് ഓൾട്ടർനേറ്റീവ് എൻഡിങ്സ് ടു ദ സ്റ്റോറി, ഈ കഥയ്ക്ക് മറ്റ് എൻഡിങ്സ്, മറ്റ് അവസാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കഥ മറ്റേതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കുക, പലതരത്തിൽ അത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓൾഡ് മാൻ പറന്നു പോകുന്ന വെച്ചിട്ടാണ് കഥ തീരുന്നത്. നമ്മൾ നമ്മുടേതായ രീതിയിൽ വേറെ എൻഡിങ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം നമുക്ക് ചെയ്ത് കാണിക്കാം. ഒരെണ്ണം നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. എലിസന്ത വാസ് കുക്കിംഗ്, എലിസന്ത കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെൻ ഷീ നോട്ടീസ് ദി ഓൾഡ് മാൻ സിറ്റിംഗ് ബിസൈഡ് ഹെർ ചൈൽഡ് ഇൻ ദ ഗാർഡൻ, അപ്പോഴാണ് ഇവള് ശ്രദ്ധിക്കുന്നത് ഓൾഡ് മാൻ ഇവളുടെ കുഞ്ഞിന്റെ അടുത്തിരിക്കുകയാണ് ഗാർഡനിൽ. ഇവൾ കുക്ക് ചെയ്യുന്നു, ജനലിൽ കൂടെ നോക്കുമ്പോൾ ഉണ്ട് ഇവൾ കാണുന്നു ഓൾഡ് മാൻ കുഞ്ഞിന്റെ അടുത്തിരിക്കുന്നു. ഷീ ഫെൽറ്റ് അൺഈസി, അവൾക്ക് അസ്വസ്ഥത തോന്നി, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ആൻഡ് വാക്ക്ഡ് ഔട്ട്സൈഡ്, ഇവള് പുറത്തേക്ക് നടന്ന് ചെല്ലുകയാണ്. ദ മാൻ വാസ് സ്മൈലിംഗ് വാംലി, എന്നാൽ ഈ ഓൾഡ് മാൻ എന്ത് ചെയ്യുകയാണ്, നല്ല രീതിയിൽ കുഞ്ഞിനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ, ചിരിക്കുകയായിരുന്നു. അറ്റ് ദ ചൈൽഡ്, കുഞ്ഞിനെ നോക്കി. ആൻഡ് ദ ചൈൽഡ് വാസ് സ്മൈലിംഗ് ബാക്ക്, കുഞ്ഞും ഇയാളെ നോക്കി നല്ല രീതിയിൽ ചിരിക്കുകയായിരുന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓൾഡ് മാനും കുഞ്ഞും. എലിസന്ത took her child into the house, എലിസബത്തക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെ, അവൾ എന്ത് ചെയ്യുന്നു, കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയി, പെട്ടെന്ന് പിടിച്ച് കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയി. ആൻഡ് റിട്ടേൺഡ്, എന്നിട്ട് ഇവൾ തിരിച്ചു വന്നു. ഷീ സ്കോൾഡഡ് ദി ഓൾഡ് മാൻ, ഓൾഡ് മാൻ എന്ത് ചെയ്തു, വഴക്ക് പറഞ്ഞു കേട്ടോ, ഓൾഡ് മാനെ ചീത്ത വിളിക്കുകയാണ്. എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചെന്നുള്ള രീതി ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുഞ്ഞിന്റെ അടുത്ത് കൂടെ ഇരുന്നതും നോക്കി ചിരിച്ചതും ഒന്നും. സ്റ്റിൽ, എന്നിട്ടും ഹി വാസ് സ്മൈലിംഗ്, ഇയാൾ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എലിസന്ത വന്ന് ഇയാളെ ചീത്ത വിളിക്കുന്നു, പക്ഷെ എന്നിട്ടും ഇയാൾ ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. As she turned back, എന്നിട്ട് പോകാനായിട്ട് ഇവൾ തിരിഞ്ഞപ്പോൾ the old man said, old man പറഞ്ഞു, your child's smile is the most beautiful thing in the world. ഇയാൾ പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞിന്റെ എന്താണ്, ചിരിയാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം ഈ ലോകത്തിലെ, ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ കാര്യം നിങ്ങളുടെ കുഞ്ഞിന്റെ ചിരിയാണെന്ന് ഇയാൾ പറയുന്നു. എലിസന്ത വാസ് ഷോക്ക്ഡ്, എലിസന്ത ഞെട്ടിപ്പോയി.
കാരണം he was speaking in the common tongue for the first time. ആദ്യമായിട്ടാണ് ഇവരുടെ ഭാഷയിൽ, സാധാരണ ഭാഷയിൽ ഇയാള് സംസാരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം ഓൾഡ് മാൻ എന്ന് സംസാരിച്ച കാര്യം പറഞ്ഞല്ലോ, അതൊരു സ്ട്രേഞ്ച് ഭാഷയിലാണ്, ഏതോ ഭാഷയിലാണ്. ഇപ്പത് ഇവരുടെ ഭാഷയിൽ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞിന്റെ ചിരിയാണ് ഈ ലോകത്ത് ഏറ്റവും സുന്ദരമായതെന്ന്. എന്നിട്ട് നോക്കുക, ഐ ആം ആൻ ഏഞ്ചൽ, ഞാനൊരു മാലാഖയാണ്. ഹി കണ്ടിന്യൂഡ്, അയാള് കണ്ടിന്യൂ ചെയ്യുകയാണ്, അയാള് വീണ്ടും പറയുകയാണ്, മൈ ടാസ്ക്, എന്റെ ടാസ്ക് എന്ന് പറയുന്നത് ഈസ് ടു ഗൈഡ് സോൾസ് ടു ഹെവൻ, ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ഗൈഡ് ചെയ്യുക, വഴികാട്ടി കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്റെ ജോലി എന്ന് പറയുന്നത്. വൺ ഡേ, ഒരു ദിവസം, ഐ വാസ് സെന്റ് ടു ടേക്ക് എ ചൈൽഡ് സോൾ, എന്നെ പറഞ്ഞു വിട്ടതാണ് ദൈവം. എന്തിനാണ്? ഒരു കുഞ്ഞിന്റെ ആത്മാവിനെ കൊണ്ടുവരാനായിട്ട് ദൈവം എന്നെ പറഞ്ഞു വിട്ടതാണ്. ബട്ട് ഐ കുഡിന്റ് ബെയർ ടു ടേക്ക് ഹിം, എന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അവനെ കൊണ്ടുപോകുന്ന കാര്യം. നോട്ട് വിത്ത് ദാറ്റ് സ്മൈൽ, ആ ചിരിയുള്ള ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കാര്യം എനിക്ക് സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഐ ബെഗ്ഡ് ഗോഡ്, ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, ടു ലെറ്റ് ഹിം ലീവ്, അവനെ ജീവിക്കാൻ അനുവദിക്കാനായിട്ട് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഹി എഗ്രീഡ്, ദൈവം സമ്മതിച്ചു. ഓൺ വൺ കണ്ടീഷൻ, ഒരു കണ്ടീഷനിൽ ദൈവം സമ്മതിക്കുകയാണ്, ദാറ്റ് ഐ വുഡ് ടേക്ക് ഓൺ ഓൾ ദ ചൈൽഡ് സഫറിങ്, ആ കുഞ്ഞിന്റെ സഫറിങ്, യാതനകൾ, കഷ്ടപ്പാടുകൾ, അത് മുഴുവൻ നീ ഏറ്റെടുക്കണം എന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? അത് സമ്മതിക്കുകയാണ്. ഐ വുഡ് സ്റ്റേ ഓൺ എർത്ത് അണ്ടിൽ ദ ചൈൽഡ് ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ലവ്, ആ കുഞ്ഞ് സ്നേഹത്തോടുകൂടി എന്നെ നോക്കുന്നത് വരെ ഞാൻ ഭൂമിയിൽ തന്നെ താമസിക്കണം. അങ്ങനെയാണ് ദൈവം പറഞ്ഞത്. അപ്പൊ ദൈവം പറഞ്ഞ കാര്യം ഇതാണ്, ആ കുഞ്ഞിന്റെ യാതനകൾ, കഷ്ടപ്പാടുകൾ എല്ലാം ഏറ്റെടുക്കണം നീ. അതുപോലെ എന്ത് ചെയ്യണം? നീ ഭൂമിയിൽ താമസിക്കണം, ആ കുഞ്ഞ് സ്നേഹത്തോടെ നിന്നെ നോക്കുന്നവരെ. എങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇത് അയാൾ പറയുമ്പോൾ ടീയേഴ്സ് വെൽഡ് ഇൻ ഹിസ് ഐസ്, അയാളുടെ കണ്ണില് കണ്ണുനീർ നിറഞ്ഞു. എന്നിട്ട് അയാൾ പറയുകയാണ്, നോക്കുക, ടുഡേ ഹി സ്മൈൽഡ് അറ്റ് മീ, ഈ കുഞ്ഞ് എന്നെ നോക്കി ചിരിച്ചു, ഇന്ന് നിങ്ങളുടെ കുഞ്ഞ് എന്നെ നോക്കി ചിരിച്ചു, വിത്ത് ലവ്, സ്നേഹത്തോടെ. മൈ ടൈം ഹിയർ ഈസ് ഓവർ, എൻ്റെ ഇവിടുത്തെ സമയം കഴിഞ്ഞു, എനിക്കിനി പോകാം, എൻ്റെ സമയം തീർന്നു. എലിസന്ത ബിഗാൻ ടു ക്രൈ, എലിസന്ത കരയാൻ തുടങ്ങി. റിമെമ്പറിങ്, ഓർമ്മിച്ചുകൊണ്ട്, ഹൗ ക്രൂവലി ഷീ ആൻഡ് ഹെർ ഹസ്ബൻഡ് ഹാഡ് ട്രീറ്റഡ് ദി ഓൾഡ് മാൻ, എത്ര ക്രൂരമായിട്ടാണ് താനും തൻ്റെ ഹസ്ബൻഡും ഈ ഓൾഡ് മാനോട് പെരുമാറിയത് എന്ന് ഓർത്തിട്ട് ഇവൾ കരയാൻ തുടങ്ങി. ഷീ ആസ്ക്ഡ് ഹിം ഫോർ ഫോർഗീവ്നെസ്, അവൾ എന്ത് ചെയ്തു? അങ്ങേരോട് ക്ഷമ യാചിച്ചു. ഫോർഗീവ്നെസ് ചോദിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. ദെൻ ഹീ സെഡ്, അന്നേരം അങ്ങേര് പറഞ്ഞു, ഓൾഡ് മാൻ പറഞ്ഞു, ദർ ഈസ് നത്തിങ് ടു ഫോർഗീവ്, ക്ഷമിക്കാനൊന്നുമില്ലെന്നേ, ക്ഷമിക്കാനൊന്നുമില്ല, അയാൾ പറഞ്ഞു. ഹീ സെഡ് ഗുഡ് ബൈ ടു ഹെർ, എന്നിട്ട് അവളോട് ഗുഡ് ബൈ പറഞ്ഞു. ആൻഡ് ഫ്ലൂ അവേ, എന്നിട്ട് പറന്നുപോയി. ഓൾഡ് മാൻ ഗുഡ് ബൈ പറഞ്ഞിട്ട് പറന്നുപോയി. എലിസന്ത സ്റ്റുഡ് വാച്ചിങ് ഹിം, എലിസന്ത നോക്കി നിന്നു. ഹിം ഫ്ലൈ, അയാൾ പറക്കുന്നത് നോക്കി നിന്നു, അയാൾ പറന്നു പോകുന്നത്, ഫ്ലൈ അവേ, അയാൾ പറന്നു പോകുന്നത് നോക്കി നിന്നു. ടു ദ ഹൊറൈസൺ, അല്ലെ, ചക്രവാളത്തിലേക്ക്, അതിർവരമ്പിലേക്ക്, അങ്ങ് അറ്റത്തേക്ക് അയാൾ പറന്നു പോകുന്നത് എലിസന്ത നോക്കി നിന്നു. വെൻ പെലായോ കെയിം ഹോം, പെലായോ വീട്ടിലേക്ക് വന്നപ്പോൾ ഷീ സെഡ്, അവൾ പറഞ്ഞു, എന്താണ് പറയുന്നത് നോക്കി, ഐ ഹാവ് എ സ്റ്റോറി ടു ടെൽ യു, എനിക്കൊരു കഥ പറയാനുണ്ട് കേട്ടോ, നിങ്ങളോട് എനിക്കൊരു കഥ പറയാനുണ്ട്. ദ സ്റ്റോറി ഓഫ് ആൻ ഏഞ്ചൽ, ഒരു മാലാഖയുടെ കഥ. എ റിയൽ ഏഞ്ചൽ, ശരിക്കും ഒരു മാലാഖയുടെ കഥ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എലിസന്ത പെലായോട് പറയുകയാണ്. ഇങ്ങനെ നമ്മൾ കഥ അവസാനിപ്പിക്കുന്നു. ചെറിയൊരു രീതിയിൽ, നമ്മുടേതായ രീതിയിൽ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യം നോക്കുക. ഹൂ സഫേഴ്സ് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി, ഈ കഥയിൽ ആരാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ വേണം കേട്ടോ. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആരാണ്? ദുരിതം അനുഭവിക്കുന്നത് ആരാണ്? വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ us, എന്താണ് ഈ കഥ നമ്മളോട് പറയുന്നത്? എബൌട്ട് ദ നീഡ് ഫോർ കമ്പാഷൻ, കമ്പാഷന്റെ ആവശ്യകത, സമൂഹത്തിൽ അനുകമ്പയുടെ ആവശ്യകതയെ പറ്റി ഈ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ നോക്കുക, ഉത്തരം നോക്കുക. ദി ഓൾഡ് മാൻ സഫേഴ്സ് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി, ഈ കഥയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, ദുരിതം അനുഭവിക്കുന്നത് ഓൾഡ് മാൻ ആണ്. ഹി ഈസ് എക്സ്പ്ലോയിറ്റഡ്, അയാളെയാണ് എന്ത്? ചൂഷണം ചെയ്യുന്നത്, അയാൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്. ആൻഡ് യൂസ്ഡ്, അയാൾ ഉപയോഗിക്കപ്പെടുകയാണ്. ആസ് എ സ്പെക്ടക്കിൾ ടു മേക്ക് മണി, പണം ഉണ്ടാക്കാനായിട്ടൊരു കാഴ്ച വസ്തുവായിട്ട് അയാൾ ഉപയോഗിക്കപ്പെടുകയാണ്. പീപ്പിൾ ഹു ഫ്ലോക്ക് ടു സീ ഹിം, അയാളെ കാണാനായിട്ട് തടിച്ചു കൂടുന്ന ആളുകൾ ട്രീറ്റ് ഹിം ബാഡ്ലി, അയാളോട് മോശമായിട്ട് പെരുമാറുകയാണ്. ദോ ഹി ഹെൽപ്സ് പെലായോസ് ഫാമിലി ബിക്കം റിച്ച്, പെലായോയുടെ കുടുംബം റിച്ച് ആകാനായിട്ട് അയാൾ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ പോലും, കാരണം അയാളെ വെച്ചിട്ടാണല്ലോ പൈസ ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള ഹെൽപ്പ് അയാൾ നൽകുന്നുണ്ടെങ്കിൽ പോലും ദേ നെവർ കെയർ ഫോർ ഹിം, അവരൊരിക്കലും അയാളെ കെയർ ചെയ്യുന്നില്ല, നോക്കുന്നതേ ഇല്ല. ഹി നെവർ ഗെറ്റ്സ് ദ കമ്പാഷൻ ഹി ഡിസേർവ്സ്, അയാൾ അർഹിക്കുന്ന
അനുകമ്പ അയാൾക്ക് ലഭിക്കുന്നതേയില്ല, ഒരിക്കലും കിട്ടുന്നില്ല. ദ സ്റ്റോറി റിമൈൻസ് അസ്, ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കമ്പാഷൻ, കമ്പാഷന്റെ ഇമ്പോർട്ടൻസ്, അനുകമ്പയുടെ ആവശ്യകത, അതാണ് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇറ്റ് അർജസ് അസ്, അത് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ടു സീ ദ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം കാണാൻ, ഇൻ അതേഴ്സ്, മറ്റുള്ളവരിലെ മനുഷ്യത്വം കാണാൻ, ആൻഡ് ടു ട്രീറ്റ് എവ്രി വൺ, എല്ലാവരോടും പെരുമാറാൻ, വിത്ത് കൈൻഡ്നെസ്, ദയോടുകൂടി, കരുണയോടുകൂടി എല്ലാവരോടും പെരുമാറാനായിട്ട് ഈ കഥ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പുസ്തകത്തിന്റെ താഴെയുള്ള ചോദ്യങ്ങൾ. പുസ്തകത്തിന്റെ താഴെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതേ സ്ക്രീനിലുണ്ട് നമ്മുടെ പുസ്തകം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്ത ചോദ്യം നിങ്ങളൊന്ന് നോക്കിയേ. അടുത്ത ചോദ്യം എന്ന് പറയുന്ന ഒരു പട്ടിക കൊടുത്തിട്ട് ഓൾഡ് മാന്റെയും പെലായോയുടെയും എലിസന്ധയുടെയും ഒക്കെ പ്രത്യേകതകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകതകളൊക്കെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ക്യാരക്ടർ സ്കെച്ചസിന് വേണ്ടിയിട്ടാണ്. അത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, നമ്മൾ പഠിച്ചും കഴിഞ്ഞു ക്യാരക്ടർ സ്കെച്ചസ്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത്, നോക്കുക, എന്താണ്, ഒരു എഡിറ്ററിന്റെ കത്ത്, എഡിറ്ററിനുള്ളൊരു കത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയുന്നു. അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ലാസ്റ്റ് ഒരു ഡയറി തയ്യാറാക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നോക്കുക, ഡയറി തയ്യാറാക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിനി വേണ്ടത്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.